എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഇന്ന് ആളുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ എംപ്ലോയീസിനൊക്കെ. അപ്പോൾ ഈ ട്രെയിനിങ് ഫലപ്രദമാക്കാനുള്ള ഒരു 5R മോഡലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഒന്നാമത്തത് റൈറ്റ് നീഡ്, ശരിയായ ആവശ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ട്രെയിനിങ് നടത്തുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് നീഡ് അനാലിസിസ് നടത്തിയിരിക്കണം. പരിശോധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സെയിൽസ് കുറവുണ്ടോ, അല്ലെങ്കിൽ കസ്റ്റമർ കംപ്ലയിൻസ് വർദ്ധിക്കുന്നുണ്ടോ, ജീവനക്കാരുടെ എററുകൾ കൂടുന്നുണ്ടോ, പ്രൊഡക്ടിവിറ്റി ടാർഗറ്റ് കൈവരിക്കുന്നില്ലേ, പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, മാനേജേഴ്സിനെ ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ കഴിവുറവുണ്ടോ. കാരണം അളക്കാവുന്ന പെർഫോമൻസ് അളന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം ട്രെയിനിങ് ടോപ്പിക്ക് തീരുമാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് റൈറ്റ് പീപ്പിൾ, ശരിയായ ആളുകളെയാണ് ട്രെയിനിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ട്രെയിനറെ മാത്രമല്ല ട്രെയിനിങ്ങിന് അയക്കേണ്ടതും. എല്ലാ ട്രെയിനിങ്ങിലേക്കും എല്ലാ ജീവനക്കാരെയും അയക്കുന്നത് ശരിയായ രീതിയല്ല. ഉദാഹരണത്തിന് സെയിൽസ് ടീമിന് വേണ്ടത് എന്താ? കസ്റ്റമർ ഹാൻഡ്ലിംഗ്, നെഗോസിയേഷൻ, അപ്സെല്ലിംഗ് പോലത്തെ കാര്യങ്ങൾ. സൂപ്പർവൈസേഴ്സിന് ഡെലിഗേഷൻ, ഫീഡ്ബാക്ക്, കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് പോലത്തെ കാര്യങ്ങൾ. പുതിയ എംപ്ലോയീസിന് ഓൺ ബോർഡിംഗ്, കൾച്ചർ, പ്രോസസ് നോളജ് ഇതുപോലത്തെ ട്രെയിനിങ്ങുകൾ. സീനിയർ മാനേജേഴ്സിനാവട്ടെ ലീഡർഷിപ്പ്, സ്ട്രാറ്റജി, ഡിസിഷൻ മേക്കിംഗ്. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് കമ്മ്യൂണിക്കേഷൻ, കംപ്ലയിന്റ് ഹാൻഡ്ലിംഗ്. റോൾ ബേസ്ഡ് ഉള്ള ട്രെയിനിങ് നൽകിയാൽ റെലവൻസ് കൂടും. മൂന്നാമത്തെ എന്ന് പറയുന്നത് റൈറ്റ് കോണ്ടന്റ്, ജോലിയുമായി ബന്ധമുള്ള ഉള്ളടക്കമായിരിക്കണം ട്രെയിനിങ്ങിൽ ഉണ്ടായിരിക്കേണ്ടത്. ജനറൽ ആയിട്ടുള്ള മോട്ടിവേഷണൽ കോണ്ടന്റ് മാത്രം നൽകി കഴിഞ്ഞാൽ ദീർഘകാലം മാറ്റം ഉണ്ടാവണമെന്നില്ല. ആ ട്രെയിനിങ്ങിലെ കോണ്ടന്റ് ഉൾപ്പെടുത്തുമ്പോൾ തന്നെ സ്ഥാപനത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ, ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, കസ്റ്റമേഴ്സിൻ്റെ ഒബ്ജെക്ഷൻസ്, പ്രാക്ടിക്കലായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ, റോൾ പ്ലേകൾ, കേസ് സ്റ്റഡികൾ, SOP ചെക്ക് ലിസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉടൻ പ്രയോഗിക്കാവുന്ന ചില ടൂളുകൾ. ജീവനക്കാർ ട്രെയിനിങ് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ സീനിയറിൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ട്. നാളെ ജോലിയിൽ ഞാൻ വ്യത്യസ്തമായി എന്താണ് ചെയ്യേണ്ടത്? അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം കൊടുക്കുന്നതായിരിക്കണം ട്രെയിനിങ് കോണ്ടന്റ്. നാലാമത്തത് റൈറ്റ് ആപ്ലിക്കേഷൻ, പഠിച്ചത് പ്രയോഗിക്കുക. ട്രെയിനിങ് റൂമിൽ നിന്നും ലഭിച്ച അറിവ് അത് പ്രയോഗിച്ചില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് ട്രെയിനിങ്ങിൻ്റെ പ്രസക്തി അവിടെ കുറയുകയാണ്. ട്രെയിനിങ് കഴിഞ്ഞാൽ ഓരോ ജീവനക്കാരനും ഒരു ആക്ഷൻ പ്ലാൻ കൊടുക്കണം. ഞാൻ ആരംഭിക്കേണ്ട ഒരു പുതിയ കാര്യം എന്താണ്? ഞാൻ നിർത്തേണ്ട ഒരു തെറ്റായ ശീലം എന്താണ്? ഞാൻ തുടരേണ്ട ഒരു നല്ല പ്രവർത്തനം എന്താണ്? അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഞാൻ നേടേണ്ട റിസൾട്ട് എന്താണ്? അപ്പം മാനേജേഴ്സ് അതിൻ്റെ ഒരു വീക്കിലി റിവ്യൂ നടത്തണം. ട്രെയിനിങ്ങിൻ്റെ തുടർച്ചയായിട്ട് വർക്ക് പ്ലേസ് കോച്ചിങ് നടത്തണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ട്രെയിനിങ് റിസൾട്ട് ഉണ്ടാവുക. കാരണം ട്രെയിനിങ് സ്റ്റാർട്ട്സ് ഇൻ ദ ക്ലാസ് റൂം ബട്ട് ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻസ് അറ്റ് ദ വർക്ക് പ്ലേസ് എന്നാണ്. അഞ്ചാമത്തത് റൈറ്റ് മെഷർമെൻറ്റ്, ഫലം അളക്കുക എന്ന് പറയുന്നത്. കാരണം ട്രെയിനിങ് വിജയിച്ചോ എന്ന് ഫീഡ്ബാക്ക് മാത്രം നോക്കി തീരുമാനിക്കരുത്. ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ട്രെയിനിങ് കഴിഞ്ഞ് എംപ്ലോയി പെർഫോമൻസിൽ എന്ത് മാറ്റമുണ്ടായി? അളക്കാൻ പറ്റുന്ന ചില സൂചികകൾ വെക്കണം. പ്രൊഡക്ടിവിറ്റി പെർ എംപ്ലോയി, സെയിൽസ് കൺവേർഷൻ റേറ്റ്, ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കംപ്ലൈൻറ്റിൻ്റെ കൗണ്ട് എത്രത്തോളം കുറഞ്ഞു, എറർ ആൻഡ് റിജക്ഷൻ റേറ്റ് കുറഞ്ഞോ, വേസ്റ്റേജ് കുറഞ്ഞോ, ആബ്സെൻറ്റീസം കുറഞ്ഞോ, എംപ്ലോയി അട്രീഷൻ, കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞോ. അതായത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഇപ്പോൾ പണ്ടത്തേക്കാൾ കുറവ് മതിയോ, അല്ലെങ്കിൽ പുതിയ എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം കൂടി. അപ്പോൾ ട്രെയിനിങ്ങിന് മുമ്പുള്ള പെർഫോമൻസും ട്രെയിനിങ് കഴിഞ്ഞുള്ള പെർഫോമൻസും താരതമ്യം ചെയ്യണം. അപ്പോൾ മാനേജ്മെൻറ്റ് സ്വീകരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട്. ഏത് സ്ഥാപനത്തിലും ട്രെയിനിങ് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ മാനേജ്മെൻറ്റ് എടുക്കേണ്ട കുറച്ച് ഇനീഷ്യേറ്റീവ്. അതിൽ ഒന്നാമത്തത് വാർഷിക ട്രെയിനിങ് കലണ്ടർ തയ്യാറാക്കണം. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഒക്കേഷണൽ ഇവൻ്റായിട്ട് മാത്രം നടത്തിയിട്ട് കാര്യമില്ല. പകരം ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യണം. അതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കലണ്ടർ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു മന്ത്ലി സ്കിൽ ട്രെയിനിങ്, ക്വാർട്ടർലി ലീഡർഷിപ്പ് ട്രെയിനിങ്, പ്രൊഡക്റ്റ് നോളജ് സെഷനുകൾ, കസ്റ്റമർ സർവീസ് വർക്ക്ഷോപ്പുകൾ, കംപ്ലയിൻസ് ആൻഡ് സേഫ്റ്റി ട്രെയിനിങ്, പുതിയ എംപ്ലോയിക്ക് ന്യൂ എംപ്ലോയി ഓൺ ബോർഡിങ്, മാനേജറിയൽ കോച്ചിങ്, ആനുവൽ പെർഫോമൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അങ്ങനെ പലതരത്തിലുള്ള ലെവലപ്പ് പ്രോഗ്രാമുകൾ കൊണ്ടുവരിക. രണ്ട്, ഓരോ ജീവനക്കാരനും ഒരു IDP അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ കൊടുക്കണം. എല്ലാവർക്കും ഒരേ ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം ഓരോ ജീവനക്കാർക്കും അവരുടെ നിലവിലുള്ള കഴിവുകൾ, മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ, അടുത്ത കരിയർ റോള്, ആവശ്യമായ ട്രെയിനിങ്, നിശ്ചിതമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഗോളുകൾ ഇതൊക്കെ രേഖപ്പെടുത്തി പോകണം. മൂന്നാമത്തെ കാര്യം, മാനേജേഴ്സിനെ ട്രെയിനേഴ്സാക്കി മാറ്റുക. എക്സ്റ്റേണൽ ട്രെയിനറിനെ മാത്രം എപ്പോഴും ജീവനക്കാരെ വളർത്താൻ സാധിക്കണമെന്നില്ല. ഓരോ മാനേജരും നമ്മുടെ ഒരു ടീം കോച്ചായിട്ട് തന്നെ കൂടെ ഉണ്ടാവണം. അതിനവരെ ഡെവലപ്പ് ചെയ്യണം. മാനേജർ ചെയ്യേണ്ടത് ജോലി കാണിച്ചു കൊടുക്കുക, നിരീക്ഷിക്കുക, കൃത്യമായ ഫീഡ്ബാക്കുകൾ കൊടുക്കുക, തെറ്റുകൾ തിരുത്തുക, നല്ല പ്രകടനത്തെ അംഗീകരിക്കുക, ട്രെയിനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലേണിംഗ് റീഇൻഫോഴ്സ് ചെയ്യുക. കാരണം എംപ്ലോയീസ് അറ്റൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ബട്ട് ദേ ലേൺ ദ കൾച്ചർ ഫ്രോം ദർ മാനേജേഴ്സ് എന്ന്. അതുകൊണ്ട് മാനേജേഴ്സിനെ ട്രെയിനേഴ്സാക്കി മാറ്റുക. പിന്നെ ലേണിംഗ് കൾച്ചർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം.
ചോദ്യം ചോദിക്കുന്ന ജീവനക്കാരനെ എപ്പോഴും ദുർബലനായിട്ട് കാണരുത്, പഠിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായിട്ട് കാണണം. സ്ഥാപനത്തിൽ നോളജ് ഷെയറിംഗ് സെഷനുകൾ കൊണ്ടുവരണം, മികച്ച പ്രാക്ടീസ് പങ്കുവയ്ക്കണം, ചെറിയ ലേണിംഗ് മീറ്റിങ്ങുകൾ നടത്തണം, ട്രെയിനിങ് പൂർത്തിയാക്കിയവരെ അംഗീകരിക്കണം, ഇന്റേണൽ ട്രെയിനേഴ്സിനെ വളർത്തിയെടുക്കണം, തെറ്റുകളിൽ നിന്ന് പഠിക്കുന്ന ഒരു സംസ്കാരം സൃഷ്ടിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. ആൻഡ് ഫൈനലി ട്രെയിനിങ്ങിനെ കരിയർ പാത്തുമായിട്ട് ബന്ധിക്കണം. ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പ്രൊമോഷൻ ഉറപ്പാണെന്നല്ല, പകരം ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള കോമ്പിറ്റൻസി നേടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്മെന്റിന് സഹായിക്കുമെന്ന രൂപത്തിലൊരു സിസ്റ്റം ഉണ്ടാക്കണം. ജീവനക്കാരന് അത് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഞാൻ പഠിക്കുകയും പെർഫോമൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്താൽ എൻ്റെ സ്ഥാപനത്തിൽ എനിക്ക് ഉയർച്ചാ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ട്രെയിനിങ് കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാവും, റെലവൻസും ഉണ്ടാവും. അപ്പോൾ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ ട്രെയിനിങ് മാത്രം ജീവനക്കാരനെ സ്ഥാപനവുമായി ബന്ധിപ്പിക്കില്ല. ട്രെയിനിങ്ങിൽ 4 കാര്യങ്ങൾ കൂടി വേണം. പഠിച്ചത് പ്രായോഗികമാക്കാനുള്ള അവസരം വേണം, മാനേജേഴ്സിന്റെ പിന്തുണ വേണം, മികച്ച പെർഫോമൻസ് റെക്കഗ്നീഷൻ വേണം, കരിയർ ഗ്രോത്തുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് പോകാനുള്ള കരിയർ ഗ്രോത്തിനുള്ള വ്യക്തമായ വഴിയും വേണം. അങ്ങനെ വരുമ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും സ്ഥാപനത്തിന് വളരെ ഗുണകരമായ കാര്യമായിരിക്കും. അത്തരത്തിൽ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുക. താങ്ക്